പാർട്ടിക്കാർ പറയുന്നത് പണ്ട് ഗുരുദാസൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. കൊല്ലത്ത് ഇയാളെ MLA ആക്കാൻ തീരുമാനിച്ചപ്പോ അന്നത്തെ നേതാവ് ഗുരുദാസൻ പറഞ്ഞു ഇയാളെ ഒരു കാരണവശാലും MLA ആക്കരുത്, ഇയാൾ രാവിലെ എണീക്കുന്ന ആളുകളല്ല. കാരണം തലേ ദിവസത്തെ അധ്വാനം കാരണം ഇത് രാവിലെ എണീക്കാൻ പറ്റില്ല, ഉച്ചയാവും എണീക്കാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഒരാളെ ജനപ്രതിനിധിയാക്കിയാൽ ഇന്ന് ഏതോ പത്രത്തിൽ വന്നിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, കൊല്ലത്തെ ഏതോ പത്രത്തിൽ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്ത ഇത്തരം ജനപ്രതിനിധികളെ വിജയിപ്പിച്ചു വിടുന്നതിന്റെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുകേഷ് എന്ന് പറയുന്ന MLA-ക്ക് MLA ആയിരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകുന്നതാണ് മുകേഷിന് നല്ലത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും അപമാനിതനാവുന്നതിന് പകരം ഇപ്പൊ 3-4 പരാതികളെ വന്നിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു 10 ഇരട്ടി പരാതികൾ ഇനിയും അണിയറയിൽ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം എണ്ണമെടുക്കാൻ കഴിയാത്ത എണ്ണിയാൽ ഒടുങ്ങാത്ത പരാതികൾ. മാർക്സിസ്റ്റ് പാർട്ടി മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ വലിയ ബഹളം വയ്ക്കും, പക്ഷേ സ്വന്തക്കാരുടെ കാര്യം വരുമ്പോൾ എല്ലാം മറച്ചു വയ്ക്കും. അതുകൊണ്ടാണ് പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ചത് ഒരു പരാതിയുടെ പേരിലാണ്. 3 പരാതിയും കടന്ന് 4ാമത്തെ പരാതി വന്നിട്ടും MLA രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടി മുകേഷിന്റെ കാര്യത്തിൽ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.25 കൊല്ലം പിടിച്ചു വച്ചത് ഇങ്ങനെയുള്ള ആളുകളുടെ പേരുകളെല്ലാം പിണറായി വിജയനും സജി ചെറിയാനും വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നുള്ള ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടതൊന്ന് പിണറായി വിജയൻ, ഒന്ന് സജി ചെറിയാൻ, പിന്നെ അത് എഴുതിയ ആള്. അപ്പൊ പിണറായി വിജയനും സജി ചെറിയാനും അറിയാമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ സർക്കാരിന് നാണക്കേടുണ്ടാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. സർക്കാർ മറുപടി പറയേണ്ടതായ പല കാര്യങ്ങളും വരും. ഇഷ്ടക്കാരായിട്ടുള്ള പലരുമാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്ക് കൂട്ടുനിന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.25 കൊല്ലം കോൾഡ് സ്റ്റോറേജിൽ വെച്ചത്. അവസാനം സമ്മർദ്ദങ്ങളുടെ ഫലമായി അത് പുറത്തുവിടുമ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്നാണ്, കുറ്റവാളികളുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്നല്ല. അതിന്റെ മറവിലാണ് പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് പാരഗ്രാഫുകൾ വെട്ടിമാറ്റിയത്. ഇപ്പോഴും കള്ളക്കളി തുടരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വെറും കടലാസാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. ഒരു നടപടിയും ഈ സർക്കാർ എടുക്കാൻ പോകുന്നില്ല. SIT എന്നൊക്കെ പറയുന്നത് ആളുകളെ കബളിപ്പിക്കാനുള്ള, കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമാണ്. ഒരു അന്വേഷണവും ഇവിടെ നടക്കില്ല. ശരിയായി അന്വേഷിക്കാനാണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് മുകേഷിനെയാണ്. കൊല്ലം MLA മുകേഷ് രാജിവെക്കുന്നത് വരെ സമരം ശക്തിപ്പെടുത്താനാണ് ഭാരതീയ ജനതാ പാർട്ടിയും പോഷക സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് കോൺക്ലേവ് വരുന്നു എന്നാണ് പറയുന്നത്. എന്ത് കോൺക്ലേവാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? പീഡിപ്പിച്ചവരും പീഡിപ്പിക്കപ്പെട്ടവരും ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്നാണ്. വട്ടമേശ സമ്മേളനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും, ഗാന്ധിജി. അതുപോലെ പീഡിപ്പിക്കപ്പെട്ടവരും പീഡിപ്പിച്ചവരും ഒരുമിച്ച് കൂടിയുള്ള കോൺക്ലേവ് നടത്താൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോൺക്ലേവ് അവസാനിപ്പിക്കണം, നിർത്തിവെക്കണം.
ശരിയായ നടപടിയും നിലപാടുമില്ലാതെ ആളുകളെ കബളിപ്പിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം. ഷാജിയൻ കരുണാണ്, അയാളുടെ പേരിലും വലിയ ആരോപണങ്ങൾ വന്നിരിക്കുക. പണ്ട് നമ്മൾ പറയാറുണ്ട്, കടിച്ചതിനേക്കാളും വലിയ അളയിലുണ്ട്. ഓരോന്നോരോന്ന് പുറത്തേക്ക് വരികയാണ്. സർക്കാർ ആകെ നാണക്കേടിൽ മുങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിന് നാണമില്ലാതായിരിക്കുകയാണ്. ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായി ചലച്ചിത്ര മേഖലയെ രക്ഷിക്കാൻ ഇതാ വരുന്നു. ഒരു രക്ഷിക്കലുമില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ നാണം കെട്ട നടപടി അവസാനിപ്പിച്ച് ശരിയായ നിലയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ സർക്കാരിന് ജനരോഷം തടുക്കാനാവില്ല എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.